ഇപ്രാവശ്യം വൈശാഖ മാസം വരുന്നത് 2026 ഏപ്രിൽ 18 തൊട്ട് മെയ് 16 വരെയാണ് വൈശാഖ മാസം വരുന്നത്. കലണ്ടറിൽ നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? വൈശാഖ മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മാസമാണ്, 30 ദിവസമാണ് എന്ന് നമുക്കറിയാം. ഇപ്രാവശ്യം വൈശാഖ മാസം വരുന്നത് 2026 ഏപ്രിൽ 18 തൊട്ട് മെയ് 16 വരെയാണ് വൈശാഖ മാസം വരുന്നത്. കലണ്ടറിൽ നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ധാരാളം മാസങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഭഗവത്ഗീതയില് താൻ മാസങ്ങളിൽ മാർഗഴി മാസമാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കല് നമ്മളുടെ പത്മപുരാണത്തില്, സ്കന്ദപുരാണത്തിലെല്ലാം വൈശാഖ മാസത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കല് നാരദര് ഇങ്ങനെ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമല്ലോ. ആ സമയത്ത് നാരദര് മധുരയിലെത്തിയപ്പോ ഉണ്ട് അംബരീഷൻ അവിടെ ശ്രീകൃഷ്ണ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. അംബരീഷനെ നമുക്കറിയാമല്ലോ, ഭാഗവതത്തിലെ ഏകാദശി വ്രതത്തിനെ പറ്റിയും എല്ലാം നമുക്കറിയാം. അപ്പൊ അദ്ദേഹം അവിടെ ശ്രീകൃഷ്ണ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. നാരദ മഹർഷിയെ കണ്ടപ്പോൾ വേഗം പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങേ കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷായി. അപ്പൊ അങ്ങ് ഭക്തിയെ പറ്റി ഒന്ന് എനിക്ക് പറഞ്ഞു തരാവോ? ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ചോദ്യം വന്നാൽ പിന്നെ ഒന്നാമത് എവിടെ അടങ്ങി നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അതെ എനിക്ക് ഇനി നിന്നാ എന്റെ സമയം പോവും. എനിക്ക് അത്യാവശ്യമായിട്ട് പോയിട്ട് ഇന്ന് ഗംഗയില് സ്നാനം ചെയ്യണം. കാരണം ഇന്ന് വൈശാഖ മാസത്തിലെ സപ്തമിയാണ്, ശുക്ലപക്ഷ സപ്തമി. ഈ ദിവസം ഗംഗയില് സ്നാനം ചെയ്യണം, അത് വളരെ വിശേഷമാണ്. ഇപ്പൊ അംബരീഷൻ ചോദിച്ചു, നാരദര് പോലും കിടന്ന് ഓടുക ഇന്നത്തെ ദിവസം സ്നാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെന്താ ഇത്ര പ്രാധാന്യം ഒന്നറിയണ്ടേ? അപ്പൊ ഈ വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അതുകൂടി പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മള് പുരാണങ്ങളിൽ വായിക്കും. ഇപ്പൊ ഭാഗവതത്തിലൊക്കെ ആദ്യം സൃഷ്ടിയെ കുറിച്ചാണ് മുഴുവൻ പറയാം. കൽപ്പത്തിന്റെ അവസാനത്തിൽ എന്താ സംഭവിക്കുക? പ്രളയം. ചിദാനന്ദപുരി സ്വാമിജി പറയും, നമ്മുടെ ഇവിടെ പ്രളയം ഒന്നും സംഭവിച്ചിട്ടില്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ അതിനെ എല്ലാവരും പ്രളയം എന്ന് പറഞ്ഞെന്ന്. നമ്മൾ പ്രളയം ഒന്നും കണ്ടിട്ടില്ല. ഇത് തന്നെ പ്രളയം എന്ന് പറയുകയാണെങ്കിൽ സാക്ഷാത് പ്രളയം കണ്ടാൽ എന്തായിരിക്കുമെന്ന്. അപ്പോ പ്രളയത്തിൽ എന്താ സംഭവിക്കുക? എല്ലാം ഭഗവാനിലേക്ക് ലയിക്കും അല്ലെ. സകലതും ആ മഹാവിഷ്ണുവിലേക്ക് ലയിക്കും. എന്നിട്ട് ഭഗവാൻ എന്താണ്, ആ പാലാഴിയില് ആദിശേഷന്റെ മുകളില് യോഗനിദ്രയില് ആയിരിക്കുന്നു പറയും അല്ലെ. അത് കഴിഞ്ഞിട്ടോ വീണ്ടും കൽപ്പ ആരംഭത്തില് ഭഗവാൻ സൃഷ്ടി തുടങ്ങും. ഭഗവാനിൽ നിന്ന് നാഭിയിൽ നിന്ന് സ്വർണ്ണ താമര വരും. അതിൽ നിന്ന് വിരാട് പുരുഷനായിട്ടുള്ള ബ്രഹ്മദേവൻ, പിന്നെ ബ്രഹ്മദേവൻ അങ്ങ് സൃഷ്ടി തുടങ്ങുക. അപ്പൊ ഇവിടെ സൃഷ്ടി തുടങ്ങുമെന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒന്നിനെയും നശിപ്പിക്കുന്നുമില്ല. കൽപ്പത്തിന്റെ അവസാനത്തിൽ ഒന്നിനെയും പുതുതായിട്ട് ഉണ്ടാക്കുന്നുമില്ല. കൽപ്പം അവസാനിക്കുമ്പോൾ തിരോഭവിപ്പിക്കുകയാണ് ചെയ്യുക എല്ലാത്തിനെയും. ഇപ്പൊ നമ്മള് ഈ ചില സാധനങ്ങളൊക്കെ അതിന്റെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കില്ലേ, വിത്തൊക്കെ വീണ്ടും അതിൽ നിന്ന് ജീവിപ്പിച്ചെടുക്കാൻ. അതുപോലെ മറയ്ക്കുക മാത്രമാണ്, തിരോഭവിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ കൽപ്പം തുടങ്ങുമ്പോൾ ആവിർഭവിപ്പിക്കുകയാണ്. അപ്പൊ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള നാശം, പൂർണ്ണമായിട്ടുള്ള സൃഷ്ടി എന്ന് വരുന്നില്ല. എപ്പോഴും അതിന്റെ ബീജം അതിങ്ങനെ സൈക്ലിക് പ്രോസസ്സാണ്, നടന്നുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും കൽപ്പം വന്നപ്പോൾ ഇവയെല്ലാം സൃഷ്ടിച്ചു. എന്തിനെയൊക്കെ സൃഷ്ടിച്ചു? പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു. വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, ദേവന്മാരെ സൃഷ്ടിച്ചു, പാമ്പിനെ സൃഷ്ടിച്ചു അല്ലെ, യക്ഷന്മാരെ സൃഷ്ടിച്ചു, കിന്നരന്മാരെ സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഇനിയിപ്പൊ എന്താ ഭഗവാൻ പറയുന്നത്? ഇവരൊക്കെ ധർമാനുസൃതമായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു സൂപ്പർവിഷൻ വേണം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഭൂമിയിലെ ആൾക്കാരൊക്കെ കൃത്യമായിട്ടാണോ ധർമാനുസൃതമായിട്ടാണോ ജീവിക്കുന്നത്, ആരെങ്കിലും അധർമ്മികളായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇൻസ്പെക്ഷന് പോകാൻ പറ്റിയ മാസം ഏതാണെന്ന് ഭഗവാൻ ആലോചിച്ചു. ഭഗവാൻ നോക്കി, വർഷകാലത്ത് പോയാല് വല്ലാതെ എല്ലാവരും കഷ്ടപ്പെടുമായിരിക്കും. മഴക്കാലം കൊണ്ട് അവർക്ക് ധർമ്മമൊന്നും അനുഷ്ഠിക്കാൻ സമയം കിട്ടില്ല. പിന്നെയോ
അടുത്തത് ശരത്കാലാണ്. ശരത്കാലത്ത് എല്ലാ ആസക്തിയിലും മുഴുകി കിടക്കുമായിരിക്കും ഇങ്ങനെ. അപ്പോഴും ശിശിരകാലം വന്നാലോ എഴുന്നേക്കാനേ തോന്നാതെ, സൂര്യോദയം വന്നാൽ എഴുന്നേക്കാനൊക്കെ മടി പിടിച്ച് ഇങ്ങനെ കിടക്കും. ഹേമന്തം വന്നാലും ഇത് തന്നെ. ഓരോ കാലഘട്ടമൊക്കെ നോക്കി ഭഗവാൻ ഋതുക്കളൊക്കെ നോക്കി. എത്ര ഋതുവാണുള്ളത്? 6 ഋതു അല്ലെ. ഒരു ഋതു 2 മാസം, അപ്പൊ 12 മാസം ആവുമ്പോൾ 1 വർഷമാവും. 6 ഋതുക്കളുണ്ട്. അപ്പൊ എല്ലാ ഋതുക്കളും നോക്കി ഭഗവാൻ നോക്കി വസന്ത ഋതുവാണ് നല്ലത്. ആ സമയത്തിന്റെ പ്രത്യേകത എന്താ? വസന്ത ഋതുവില് മഴയൊക്കെ കുറച്ച് കുറയും, വെയിലൊക്കെ ഉണ്ട്, പൂക്കളൊക്കെ ധാരാളം കാണും, ധാരാളം ദ്രവ്യങ്ങൾ കാണും, പഴങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ എന്താണ്? എല്ലാവർക്കും ദാനം കൊടുക്കാനൊക്കെ വസ്തുക്കൾ ധാരാളം ഉണ്ട്. പൂവാണെങ്കിലും പൂജയ്ക്കാണെങ്കിലും എല്ലാ സാധനങ്ങളുണ്ട്. ഈ വസന്തകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യം. ഒറ്റ കാര്യമുള്ളൂ, സൂര്യൻ നല്ല തീക്ഷ്ണമായിട്ട് നിൽക്കും. അപ്പൊ വിചാരിച്ചു ഈ സമയത്ത് എല്ലാ ദ്രവ്യങ്ങളും വളരെ കൂടുതലുള്ളത് കൊണ്ട്, പൂക്കളും എല്ലാ അന്തരീക്ഷം നല്ലതായതുകൊണ്ട് മനുഷ്യര് ധർമ്മം അനുസരിക്കും. ഈ മറ്റ് കാലഘട്ടത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും കാണുമ്പോൾ. ഭഗവാൻ വിചാരിച്ചു ഈ അധർമ്മം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ വല്ല ശാപമൊക്കെ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? കൂടുതലും മനുഷ്യർ ധർമ്മം അനുഷ്ഠിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലത്തിൽ ഞാൻ പോകാം. അങ്ങനെ കണ്ടുപിടിച്ച കാലമാണ് വസന്തകാലം. ഇപ്പൊ ഏത് കാലമാണ്? വസന്തകാലമാണ് അല്ലെ. അതുകൊണ്ടല്ലേ എല്ലായിടം നോക്കിയാലും നല്ല പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല ഋതു വസന്തകാലമായതുകൊണ്ട് ആ സമയമാണ് മഹാവിഷ്ണു ലക്ഷ്മി ദേവിയും കൂടെ ഇൻസ്പെക്ഷനായിട്ട് ഇങ്ങോട്ട് വരിക. മുഴുവൻ ദേവഗണങ്ങളും ഒക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് വരുന്ന വഴിക്കൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. പറയാ ലക്ഷ്മി ദേവി അത് കണ്ടോ, അവരത് ചെയ്യുന്ന കണ്ടോ തണ്ണീർപ്പന്തൽ ഇട്ടിരിക്കുന്ന കണ്ടോ. ഈ സമയത്ത് വേനൽക്കാലം ആയതുകൊണ്ട് ധാരാളം തണ്ണീർപ്പന്തൽ ഇടണം, കുടിക്കാൻ കൊടുക്കണം, പച്ചവെള്ളം കൊടുക്കുന്നതിൽ ഇരട്ടി ബലാണ് മോര് കൊടുത്താൽ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. വിശറി ദാനം കൊടുത്താൽ, ചെരുപ്പ് ദാനം കൊടുത്താൽ, കുട ദാനം കൊടുത്താൽ. കാരണം ഈ കാലാവസ്ഥയല്ലേ, ഈ സമയത്ത് വേണ്ട സാധനം കൊടുക്കുമ്പോഴല്ലേ സന്തോഷം വരിക അല്ലേ. അപ്പൊ ഈ സമയത്ത് ഇതുപോലെ ധാരാളം ദാനം കൊടുക്കണം. പഴങ്ങള് വൈശാഖ മാസത്ത് മാമ്പഴം ദാനം കൊടുക്കുന്നൊക്കെ വിശേഷമായിട്ട് പറയില്ലേ. അപ്പൊ എന്താന്ന് വെച്ചാല് സൂര്യോദയത്തിന് മുമ്പ് തന്നെ സ്നാനം ചെയ്യണം. കാരണം എന്താ? ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയുടെ കൂടെ വരിക. അപ്പൊ കുളിക്കാതൊക്കെ ഇരുന്ന എങ്ങനെയായിരിക്കും എന്ന് പറയുക. അപ്പൊ ഭഗവാൻ ഓരോടത്ത് വന്ന് ഓരോ ഗൃഹങ്ങളിലായിട്ട് നോക്കും അത്രേ. നമ്മുടെ റെക്കോർഡ് എഴുതുന്ന സമയമാണ്. അപ്പൊ നമ്മളെങ്ങനെ ആ സമയം എങ്ങനെയല്ലേ, അമ്മ വരുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് വേഗം എല്ലാം മുറിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെക്കും. അത് കാണുമ്പോഴാണെങ്കിൽ അമ്മ വെറുതെ ദേഷ്യപ്പെടാതെ ചിലപ്പം അത്രയാണേലും അവള് ചെയ്തല്ലോ, പോട്ടെ കുഞ്ഞല്ലേ, പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. ഭഗവാന് ഇതുപോലെ നമ്മളോടൊരു കരുണ തോന്നുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാരദര് പറയാണ് ഈ സമയത്താണ് ഭഗവാൻ എല്ലാ സ്ഥലങ്ങളും വന്ന് കാണുക. അപ്പൊ അതുകൊണ്ട് വൈശാഖ മാസം വളരെ വിശേഷപ്പെട്ടതാണ്. വൈശാഖ മാസത്തിലെ സ്നാനം വളരെ വിശേഷാന്ന് പറയുക. സ്നാനം എങ്ങനെയാണ്? സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഹരിനാമം ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്യണം. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ പൂജകളൊക്കെ ചെയ്യണം, മഹാവിഷ്ണുവിന് അർച്ചന ചെയ്യണം, ദാനം ചെയ്യണം. ഈ വൈശാഖ മാസത്തില് ദാനത്തിന് വളരെ വിശേഷമുണ്ട് എന്ന് പറയുക. ഇനി അതിഥികൾ വരുന്നവർക്ക് നമ്മൾ ആഹാരം കൊടുക്കണം അല്ലെ. അതുപോലെ ഇപ്പൊ നമ്മളെ ക്ഷേത്രത്തിലൊക്കെ പറയുമ്പോൾ അന്നദാനം എന്നല്ല പറയേണ്ടതെന്ന് ആചാര്യന്മാര് പറയും. ദാനം കൊടുക്കുമ്പോൾ എന്താണെങ്കിലും നമ്മള് ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ളവരല്ലല്ലോ, ഇത് പ്രസാദകൂട്ടാണ് അല്ലെ. ഭഗവാന്റെ പ്രസാദം വന്നിട്ടാണ് നമ്മളിവിടെ കഴിക്കുക. അപ്പൊ നമ്മള് അതിഥികളായിട്ടുള്ളവർക്ക് ആഹാരം കൊടുക്കുക. ഇതെല്ലാം വൈശാഖ മാസത്തിൽ വളരെയധികം വിശേഷമാണെന്ന് പറയുകയാണ്. അപ്പൊ അംബരീഷൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ സപ്തമിക്ക് സ്നാനം ചെയ്യാനായിട്ട് ഓടുന്നുണ്ടല്ലോ, അതിന്റെ വിശേഷം എന്താ എന്ന് പറയാണ്. അപ്പൊ പറയാണ്, ജന്നു മഹർഷി ഗംഗാദേവിയെ കുടിച്ചു അല്ലെ, വറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഗംഗാദേവിയുടെ കരുണ തോന്നി തന്റെ ചെവിയിൽ നിന്നും ഗംഗാദേവിയെ പുറത്തുവിട്ട ദിവസമാണ് ശുക്ലപക്ഷ സപ്തമി, വൈശാഖ മാസത്തിലെ. അപ്പൊ അതുകൊണ്ട് അന്ന് ഗംഗാദേവി വളരെ സന്തോഷിതയാണ്. അപ്പൊ അന്നത്തെ ദിവസം ഗംഗയിൽ സ്നാനം ചെയ്യുന്നത്, ഗംഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഇനിയും ധാരാളം ചരിതങ്ങൾ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് വ്രതം അനുഷ്ഠിച്ചവർക്കുണ്ടായിരിക്കുന്ന ഫലങ്ങൾ ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇത് മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല, പക്ഷെ നിങ്ങൾ ബാക്കി കുറേയൊക്കെ മനസ്സിലാക്കുക. ചുരുക്കം പറഞ്ഞാൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും
ഭൂമിയിലുള്ള അവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങാനും നല്ലത് ഇതാണ്. അശ്വമേധയാഗം നടത്തുന്നതിലും കൂടുതൽ ഫലമാണ് ഈ വൈശാഖ മാസത്തിൽ ദാനം ചെയ്ത. പണ്ട് അശ്വമേധയാഗമൊക്കെ നടത്തുമായിരുന്നു. ഇപ്പൊ കലികാലം ആയതുകൊണ്ട് കലികാലത്തിൽ ജനങ്ങൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. അശ്വമേധയാഗങ്ങളോ യാഗങ്ങൾ നടത്തുന്നതിനോട് താല്പര്യമില്ല. അപ്പൊ പറയാണ്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ കുറച്ച് ദാനമെങ്കിലും ചെയ്യേ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പ്രസാദിക്കുന്ന പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പറഞ്ഞിരിക്കുകയാണ് പരാർത്ഥം. ബ്രഹ്മദേവന്റെ ആയുസ്സൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോ ബ്രഹ്മദേവന്റെ ആയുസിന്റെ അല്ലെങ്കിൽ പകുതി ആയുസിന്റെ അത്രയും ഫലം, അതിന്റെ ഇരട്ടി ഫലമൊക്കെ വൈശാഖം ഓരോ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഏറ്റവും വിശേഷമായിട്ട് പറയുന്നതാണ് വൈശാഖ മാസം. ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ ഏപ്രിൽ 18 തൊട്ട് മെയ് 16 വരെയാണ് കണ്ടത്. അതിൽ സപ്തമി നോക്കിയാൽ മതി. ശുക്ലപക്ഷ സപ്തമി നോക്കിക്കഴിഞ്ഞാൽ അന്നാണ് വളരെയധികം വിശേഷമുള്ള ദിവസം എന്നും മനസ്സിലാവും. എനിക്ക് തോന്നുന്ന 10-ാം ഉദയത്തിന്റെ അന്നാണെന്നും തോന്നും. നോക്കിയാൽ മതി. അപ്പൊ അത് ആ ഒരു ദിവസവും വൈശാഖ മാസത്തിൽ വളരെ വിശേഷമാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ഉള്ള ദർശനം, ഭജനം, ദാനമെല്ലാം വളരെ വിശേഷമാണ്. ശ്രീകൃഷ്ണ ഭജനം വളരെ വിശേഷമാണെന്ന് കൂടി എല്ലാവരെയും ഓർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആചാര്യന്മാർ ഓരോ ആചരണ പദ്ധതികളും നമ്മുടെ ഋതുക്കളും ഒക്കെയായി ബന്ധിപ്പിച്ച്, ഇപ്പൊ തിരുവാതിരയാകുമ്പോൾ മുഴുവൻ കിഴങ്ങുകളാണ്. എന്തുകൊണ്ട്? ആ സമയത്താണ് ഇതെല്ലാം വിളവെടുക്കുന്നത്. അപ്പൊ ഓരോ ആചരണവും നമ്മളുടെ ആധ്യാത്മികമായും സാംസ്കാരികമായും ശാരീരികമായും മാനസികമായിട്ടുള്ള ഉന്നതിയെ കരുതിക്കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച്, ഋഷീശ്വരന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകാനുള്ള പരിശ്രമം നമ്മൾ നടത്താത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൽ മനസ്സിലാക്കാനുള്ള പരിശ്രമം നടത്തുക. അതിനായിട്ട് ആ ജഗതീശ്വരനായിട്ടുള്ള കാലപുരുഷനായിട്ടുള്ള ആ മഹാവിഷ്ണു തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ 2 കൈകളും എല്ലായ്പ്പോഴും നമ്മുടെ ശിരസിന് മുകളിൽ അനുഗ്രഹ രൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.